പ്രിയപ്പെട്ടവരെ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആരംഭിക്കാൻ പോകുന്നു. വലിയ ആവേശത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇതാ നമുക്ക് വേണ്ടി അഭിഷേകും ഇഷാനും കൂടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്രീസിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റും, രണ്ടുപേരും കൂടി ഇറങ്ങുന്നു. നമ്മളൊക്കെ വലിയ ആവേശത്തിലിരിക്കുകയാണ്. ഇത് നമ്മളെ കൂടെ ഒരാൾ കൂടി ഇവിടെ വളരെ ആകാംക്ഷയിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ കാണുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓക്കെ അല്ലേ? എന്താണ് പറയാനുള്ളത്? കളി ഇതാ തുടങ്ങാൻ പോകുന്നു. പാകിസ്ഥാനെ നമ്മൾ പഞ്ഞിക്കിടൂലേ? പിന്നെ പഞ്ഞിക്കിടാതെ എന്താ വെച്ചാല് സഞ്ജു ഇല്ലാത്തതിന് ചെറിയൊരു സങ്കടമുണ്ട്. സഞ്ജു ഇല്ല എന്ന് വിചാരിച്ച് പകരം നമുക്ക് ആളുകളുണ്ടല്ലോ. അപ്പോൾ അഭിഷേകും ഇഷാനും ചേർന്നിട്ട് തീരുമാനാക്കൂലേ? പിന്നെ അഭിഷേകും ഇഷാനും കൂടി അടിച്ച് പരുത്തുന്നാണ് പ്രതീക്ഷ. ജയിക്കാതെ ഇവിടെ പോവാല്ലേ? അല്ല, പിന്നെ ഈ കളി നമ്മൾ സിമ്പിളായിട്ട് ജയിക്കും. ഓക്കെ, അപ്പോൾ ടെൻഷനാണ്. ആളവിടെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയായതുകൊണ്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ആളുമായിട്ട് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല, അല്ലേ? ടെൻഷനിലല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ, വലിയ രൂപത്തിലുള്ളൊരു ടെൻഷൻ്റെ കാര്യമില്ല. കണ്ടില്ല നിങ്ങൾ, നമ്മുടെ ഫ്ലാഗ് ഹൈ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാനിവിടെ സെറ്റായിട്ടുണ്ട്, ആളവിടെ സെറ്റായിട്ടുണ്ട്. രണ്ടാളും രണ്ട് മൂലയിലിരുന്ന് കളി കാണുകയാണ്. ഇങ്ങനെ ഈ ഹൈ പ്രഷർ മാച്ച് വരുമ്പോൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇരുന്ന് രണ്ട് മൂലക്കിരുന്ന് ഇങ്ങനെ കളി കാണലാണ്. നോക്കാം നമുക്ക് എന്താവുന്നുള്ളത്. നല്ലൊരു സ്കോർ നമുക്ക് ആദ്യ ഇന്നിങ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജേഴ്സ് വെയിറ്റ് ആൻഡ് സി. നമ്മളെ ചെക്കന്മാർ പൊളിച്ചെടുക്കട്ടെ. ഇടയ്ക്ക് വരാം, എന്താവുന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പവർ പ്ലേന് ശേഷം ഒന്ന് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പവർ പ്ലേയുടെ ലാസ്റ്റ് ബോളിലാണുള്ളത്. നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ നഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ഇഷാൻ കിഷൻ കിടലനായിട്ട് കളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നോക്കുക, ഇതാ പവർ പ്ലേ അവസാനിക്കുകയാണ്. പവർ പ്ലേയുടെ ലാസ്റ്റ് ബോൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ നോക്കുക, പവർ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീം 48-1 ആ ഒരു ഈ ബോൾ എന്താണ്, 4 ആണോ അല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അമ്പയർ അത് ബൗണ്ടറി ലൈനിൽ ചെക്ക് ചെയ്യാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. ഐ തിങ്ക് ദാറ്റ്സ് എ 4. യെസ്, 4 ആണ്. 4 എന്ന് വിളിക്കും. യെസ്, 4 ആണ്. അപ്പോൾ നമുക്ക് 52, 6 ഓവറിൽ 52 നമ്മൾ എത്തിയത്. തുടക്കത്തിൽ അഭിഷേകിനെ നഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് നമ്മൾ ശരിക്കും അങ്കലാപ്പിലായതാണ്. പക്ഷേ അനായാസം നൈസായിട്ട് ഇഷാൻ കിഷൻ ഒരു പക്ഷേ ഫോം ഓഫ് ഹിസ് ലൈഫാണ്. അപ്പോൾ അത്രയും നല്ല രൂപത്തിൽ ഷെയ്ൻ ഷാഫ്രീദിക്ക് ഫസ്റ്റ് തന്നെ 6 കണ്ട് കൊടുത്ത് ആ രണ്ടാമത്തെ ഓവറിൽ നല്ല രൂപത്തിൽ തന്നെ അടിച്ചു വന്നു. പിന്നെ നമ്മൾ കാണുന്ന സെയിം അയ്യൂബിനൊക്കെ ബൗൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അബ്രാർ അഹമ്മദ് എറിഞ്ഞു. അതിനുശേഷം അബ്രാർ ബാക്കിയുള്ള ടീമിനെതിരെയൊക്കെ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ബൗൾ ചെയ്യും. പക്ഷേ ഇന്ത്യക്കെതിരെ വരുമ്പോൾ ആൾ ഭയങ്കര നെർവിയാണ്. അത് വീണ്ടും കാണുന്ന തരത്തിലുള്ള വളരെ പ്രിറ്റി ആവറേജ് ബൗളിംഗ് ആണ് ഇന്ത്യക്കെതിരെ കാണാറുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ 60, 70, 80 ഒന്നും അടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. മോശമല്ലാത്ത ഒരു സ്റ്റാർട്ട് തന്നെയാണ്. ഈ പ്രേമദാസ സ്റ്റേഡിയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രൗണ്ടാണ്, ബൗണ്ടറീസ് വളരെ വലുതാണ്. അപ്പോൾ അതിൽ ഈ 52 എന്നുള്ളത് നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു വിക്കറ്റ് പോയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് ആഞ്ഞടിക്കാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. പവർ പ്ലേക്ക് ശേഷം കുറച്ച് ഫീൽഡ് റെസ്ട്രിക്ഷനൊക്കെ റിലാക്സ് ആവുമെങ്കിൽ പോലും ഇഷാൻ കിഷൻ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്കോർ വരും. പിന്നാലെ ഇനി സൂര്യ വരാനുണ്ട്, ഹാർദിക് വരാനുണ്ട്. സോ ഞാൻ നല്ല കോൺഫിഡൻസിലാണ്. ഒരു 150-190 റൺസൊക്കെ നമുക്ക് ഈസിലി അടിക്കാൻ പറ്റേണ്ടതാണ്, പറ്റിയാൽ. കാരണം ഈ ഗ്രൗണ്ട് വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കുക. അതൊരു ബിഗ് സ്കോർ ആയിരിക്കും. നോക്കാം നമുക്ക് 10 ഓവറിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത്. സുഹൃത്തുക്കൾ, അപ്പോൾ 10 ഓവർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ 90 മുകളിലുള്ള റൺസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്താനുള്ള കാരണം ഇഷാൻ കിഷനാണ്. ഒരു ഇഷാൻ കിഷൻ ഷോ ആയിരുന്നു ഇതുവരെയുള്ള ഇന്നിങ്സ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം 77 റൺസ് അടിച്ചിട്ടാണ് ഔട്ടാകുന്നത്. സെയിം അയ്യൂബിൻ്റെ പന്തിൽ ബെയിലിളകുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 40 പന്തുകളിൽ നിന്നാണ് ഈ 77 വന്നത്. 10 4-ഉം 3 6-ഉം. ഈ ഇന്നിങ്സിൽ ഇന്ത്യൻ ടീമിൻ്റെ മൊമെൻറ്റം കീപ്പ് ചെയ്ത അദ്ദേഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇനിയിപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിൻ്റെ മൊമെൻറ്റം നഷ്ടപ്പെട്ടു പോയാലും അത് വല്ലാതെ ഹേർട്ട് ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ ചേർന്ന് അവസാനത്തിലൊക്കെ അങ്ങ് ക്ലിക്കായാൽ പോലും നമുക്കൊരു 200 അടുത്തുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 200 മുകളിലേക്ക് നമുക്ക് ഈസിലി എത്താൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിലകും അതുപോലെ തന്നെ നമ്മുടെ സൂര്യയാണ് ക്രീസിൽ. ഇപ്പോൾ നോക്കുക, നമുക്ക്
92 റൺസാണ് 10 ഓവറിൽ അടിച്ചിരുന്നത്. സൂര്യൻ തെലുഗു ഇപ്പോൾ ക്രീസിലുണ്ട്. ഇതാ സൂര്യയുടെ 4 ആണ് ഇപ്പോൾ വന്നത് 11ാമത്തെ ഓവറിൽ. ഉസ്മാൻ താരിഖ് എറിയാനെത്തുന്നു. ഉസ്മാൻ താരിഖ് ആണല്ലോ അവരുടെ വലിയ 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 സംഭവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഉസ്മാൻ താരിഖിൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ബൗണ്ടറി അടിച്ചിട്ട് നമ്മുടെ സൂര്യ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ 10 ഓവറിൽ ബാക്കി കൂടി അടിച്ച് നമ്മൾ 200-ന് മുകളിൽ ഒരു സ്കോർ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗുഡ് സ്റ്റാർട്ടാണ് ഇഷാൻ കിഷൻ തന്നിട്ടുള്ളത്. ബാക്കി നോക്കാം നമുക്ക്. നോക്കുക നിങ്ങൾ, ഇന്നിങ്സ് അവസാനിക്കുമ്പോഴേക്കും നമ്മൾ നല്ലൊരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷ പോലെ ഒരു 200-ലേക്കൊന്നും പോയില്ല. പാകിസ്ഥാൻ സ്പിന്നർമാർ പിന്നീട് കാര്യങ്ങൾ മികച്ച രൂപത്തിൽ ചെയ്തെടുത്താണ് പണിയായത്. 175-7 അതാണ് ഇന്ത്യയുടെ ഫൈനൽ സ്കോർ. തീർച്ചയായിട്ടും അവരുടെ സ്പിന്നർമാർക്ക് നമ്മൾ ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. ഉസ്മാൻ താരിഖൊക്കെ വളരെ കുറഞ്ഞ റണ്ണേ കൊടുത്തുള്ളൂ. സെയിം അയ്യൂബ് ഒരു ഹാട്രിക് ബോളൊക്കെ എറിഞ്ഞു. അതൊരു ഡ്രാമയായി. കാരണം അതിനുശേഷം ദ്യൂബെ ഔട്ടായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ റിവ്യൂ ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഹാട്രിക്ക് അവർക്ക് കൊടുത്തില്ല. അത് സമാധാനം. ഒടുവിൽ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും 20ാമത്തെ ഓവറിൽ പേസ് ബോളർക്ക് ഷൈൻ ഷാഫ്രീദിക്ക് കൊടുത്തപ്പോൾ കുറച്ച് റൺ നമുക്ക് അടിക്കാനും പറ്റി. ഏതായാലും 176 റൺസാണ് പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടത്. നമ്മൾ പ്രതീക്ഷ പോലെ ഒരു വലിയ സ്കോർ 200 അല്ലെങ്കിൽ 190 ഒന്നും വന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഈ പിച്ച് നമുക്കറിയാമല്ലോ, ഈ ഗ്രൗണ്ട് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ഇന്നിങ്സ് അവരുടെ ബൗളിംഗ് കഴിഞ്ഞവരുടെ ബൗളർമാർ പോകുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. 176 നമ്മളത്ര വലിയൊരു ഹാപ്പി അല്ല. ബട്ട് സ്റ്റിൽ നോക്കാന്നേ, നമുക്ക് ബൗളർമാരുണ്ടല്ലോ. അപ്പോൾ കുൽദീപിനെ കൂടി നമ്മൾ ഇന്ന് ഇറക്കുന്നുണ്ട്. കുൽദീപ് ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്, പിന്നെ നമ്മുടെ സ്പിന്നർമാർ എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ എറിയുമെന്ന് വിചാരിക്കാം. നോക്കാം. 176 ഇപ്പോൾ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ബൗളർമാർ നോക്കിക്കോളും. പാകിസ്ഥാൻകാർക്ക് എന്തായാലും എപ്പോഴും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഒരു ടെൻഷൻ, നെർവസ്നെസ് ഉണ്ടാവുമല്ലോ. അത് നമുക്ക് മുതലാക്കണം. ഓക്കെ, നോക്കാം നമുക്ക് അവരുടെ ഇന്നിങ്സ് എങ്ങനെയുണ്ടെന്ന് സുഹൃത്തുക്കളെ. അപ്പോൾ പാകിസ്ഥാൻ്റെ പവർ പ്ലേ കഴിഞ്ഞു. അവസാനത്തെ ബോളാണ് പവർ പ്ലേയിൽ. ആ ലാസ്റ്റ് ബോളിൽ ഒരു റണ്ണില്ല. സംഭവിച്ചത് എന്താ അറിയോ, 6 ഓവറിൽ 38 റൺസിന് 4 വിക്കറ്റ് പോയി. അവർ കളി കഴിഞ്ഞു, ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെ പറയണം. 38 റൺസ് 4 വിക്കറ്റ്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. നമ്മൾ കളി പിടിച്ചു, നമ്മൾ കളി ജയിച്ചു. ബൂംറയൊക്കെ എജ്ജാതി ഏറാണ്. സെയിം അയ്യൂബ് സെയിം തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പിലൊക്കെ കണ്ട പോലെ ഒരു എഡ്ജ് പോയി 6 അടുത്ത ബോളിൽ അയാൾ ഔട്ടായി. സൽമാൻ അലി അയാൾ ആകാന്നുള്ള പേര് അത് തന്നെ നടന്നുള്ളൂ. അതുപോലെ തന്നെ ഷൈബ്സാദ ഫർഹാൻ, പേരൊക്കെ കിട്ടണില്ല. ഫർഹാൻ കഴിഞ്ഞ ഏഷ്യ കപ്പിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളാണ്. ഒന്നും ചെയ്തില്ല, അയാൾ ഔട്ടായി. പിന്നെ ബാബർ അസം ഇപ്പോൾ T20 വലിയ കളിയൊന്നും ഇല്ലല്ലോ. അക്സറിൻ്റെ പന്തിൽ ക്രോസ് ബാറ്റ് ഷോട്ട് കളിച്ചു, ബൗൾഡായി പോയി. സംഗതി പാകിസ്ഥാൻ മുട്ടം പണി കിട്ടി നിൽക്കുകയാണ്. കളി നമ്മുടെ കയ്യിലാണ്. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ചടങ്ങ് തീർക്കൽ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ പിടിക്കും കളി. ഓക്കെ, കാണാം നമുക്ക് അടുത്ത സെഷൻ നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും കളി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കളി പിടിച്ചിട്ടുണ്ടാവും. 7-1 ഇപ്പോൾ ഈ T20 വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക്. അത് ഇതാ 8-1 ആക്കും. നമ്മൾ റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലെ ഈ കളിയുടെ പ്രിവ്യൂ ഇട്ട വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ടൈറ്റിൽ കൊടുത്ത് 8-1 ആക്കാൻ ടീം ഇന്ത്യ എന്നായിരുന്നു. യെസ്, അതിലേക്കാണ് ഈ പോക്ക്. കളി നമ്മൾ ജയിച്ചു കഴിഞ്ഞു. യെസ്, 61 റൺസിന് നമ്മൾ ജയിച്ചു. വെറും 114 റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ്. യെസ്, ഇപ്പം എന്താ സംഭവിച്ചത്? 8-1 നമ്മൾ ആദ്യം പറഞ്ഞാണ് 8-1 സഫയാണ് ക്യാമറ എടുക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആയി സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അവിടെ കൊടുത്തതേ ഉള്ളൂ. കളി നമ്മൾ പിടിച്ചു കഴിഞ്ഞു. തുടക്കത്തിലെ നമ്മൾ പറഞ്ഞതാണ് ഇനി നമ്മൾ നേടുമെന്ന്. യെസ് യെസ് യെസ്.